Good morning, I'm Fatima Nida. Here I am going to present seminar on topic Pareto analysis. Pareto analysis is a technique used for business decision making based on 80-20 rule. 80-20 rule ബേസ് ചെയ്തുകൊണ്ട് ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് പാരറ്റോ അനാലിസിസ് എന്ന് പറയുന്നത്. പാരറ്റോ അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് 80% ഓഫ് എ പ്രോജക്റ്റ് ബെനിഫിറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഡൂയിങ് 20% ഓഫ് ദ വർക്ക്, ഓർ കൺവേഴ്സ്ലി 80% ഓഫ് പ്രോബ്ലംസ് ആർ ട്രേസ്ഡ് ടു 20% ഓഫ് ദി കോസസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 20% വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പ്രൊജക്റ്റിൻ്റെ 80% ബെനിഫിറ്റും അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ല എങ്കിൽ 80% പ്രോബ്ലത്തിനെയും ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 20% കാരണങ്ങൾ കൊണ്ട് പറ്റും എന്നാണ് പാരറ്റോ അനാലിസിസിൽ പറയുന്നത്. പാരറ്റോ അനാലിസിസ് ഫസ്റ്റ് കോയിൻ ചെയ്തിട്ടുള്ളത് ഒരു ഇറ്റാലിയൻ എക്കണോമിസ്റ്റാണ് വിൽഫ്രെഡോ പാരറ്റോ. ഈ വിൽഫ്രെഡോ പാരറ്റോ 1906 ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റലിയിലുള്ള 80% ലാൻഡും ഓൺ ചെയ്തിട്ടുള്ളത് അവിടെയുള്ള 20% പീപ്പിൾസാണ്. അതുകൊണ്ട് തന്നെ ഈ വിൽഫ്രെഡോ പാരറ്റോ അവരുടെ റിസർച്ച് എക്സ്റ്റെൻഡ് ചെയ്യുകയും അതിലൂടെ എല്ലാ യൂറോപ്യൻ കൺട്രീസിലും ഈ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ഡിസ്പ്രൊപ്പോർഷനേറ്റ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. 80-20 റൂള് ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺട്രിയിലുള്ള 20% പോപ്പുലേഷനും കൺട്രീൻ്റെ 80% വെൽത്ത് അല്ലെങ്കിൽ ടോട്ടൽ ഇൻകത്തിന് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൽ അക്കൗണ്ടബിളാണ്. അപ്പം ഇത്രയാണ് പാരറ്റോ അനാലിസിസിൽ വരുന്നത്. ഇനി അതിൻ്റെ സ്റ്റെപ്സാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ഓർ പ്രോബ്ലംസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക. സെക്കൻഡ് വൺ ലിസ്റ്റ് ഓർ ഐഡൻറ്റിഫൈ ദ കോസ് ഓഫ് ഇഷ്യൂസ് ഓർ പ്രോബ്ലംസ്. അതായത് പ്രോബ്ലം അതുപോലെ തന്നെ ഇഷ്യൂസിൻ്റെയൊക്കെ കാരണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് അവിടെ മൾട്ടിപ്പിൾ കോസസ് ഉണ്ടാവും. അത് നോട്ട് ചെയ്തുകൊണ്ടായിരിക്കണം ഈ കാരണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ലിസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കോർ ദ പ്രോബ്ലം ബൈ അസൈനിങ് നമ്പർ ടു ഈച്ച് വൺ. അതായത് ഓരോ പ്രോബ്ലത്തിനും നമ്പേഴ്സ് അസൈൻ ചെയ്തുകൊണ്ട് ആ പ്രോബ്ലത്തിനെ സ്കോർ ചെയ്യുക. അതും കമ്പനീൻ്റെ ലെവൽ ഓഫ് ഇമ്പാക്റ്റിൻ്റെ ബേസിലായിരിക്കണം സ്കോർ ചെയ്യേണ്ടത് പ്രോബ്ലത്തിന്. നെക്സ്റ്റ് വൺ ഓർഗനൈസ് ദ പ്രോബ്ലം ഇൻ ടു ഗ്രൂപ്പായിട്ട് ഓർഗനൈസ് ചെയ്യുക പ്രോബ്ലത്തിന്, സച്ച് ആസ് കസ്റ്റമർ സർവീസ്, സിസ്റ്റം ഇഷ്യൂസ് എക്സെട്ര. നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ആൻ ആക്ഷൻ പ്ലാൻ ടു സോൾവ് ദ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ഷൻ പ്ലാന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക. അതിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹയർ സ്കോർഡ് പ്രോബ്ലത്തിന് ഫോക്കസ് ചെയ്യുക. ഇത്രയാണ് സ്റ്റെപ്സിൽ വരുന്നത്. ഇനി അടുത്തതാണ് യൂസ്ഫുൾനെസ് ഓഫ് പാരറ്റോ അനാലിസിസ്. യൂസ്ഫുൾനെസ് ഓഫ് പാരറ്റോ അനാലിസിസിൽ വരുന്നേരം ഈ എല്ലാ ഇൻഡസ്ട്രീസും അവിടെയുള്ള ബിസിനസ് മാനേജേഴ്സ് ഈ പാരറ്റോ അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓർഗനൈസേഷന്, സെക്ടേഴ്സ് അവിടെ വരുന്ന പ്രോബ്ലത്തിൻ്റെയൊക്കെ കാരണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ ഇൻഡസ്ട്രീസിലുള്ള ബിസിനസ് മാനേജേഴ്സും പാരറ്റോ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഒരു ഗുഡ് അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ലൈക്ക് എ കോസ് ആൻഡ് ഇഫക്റ്റ് അനാലിസിസ്. അങ്ങനെ ആ ഒരു ഇതിൽ കൂടെ നമുക്ക് പ്രോബ്ലത്തിൻ്റെ ഔട്ട്കംസും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ പ്രോബ്ലത്തിനെയൊക്കെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് ആണ് ബൈ അലോക്കേറ്റിംഗ് റിസോഴ്സസ് ടു ദ ഇഷ്യൂ വിത്ത് ഹയർ സ്കോർ. അതായത് കാരണങ്ങൾക്കൊക്കെ ഹയർ സ്കോർ ചെയ്തുകൊണ്ട് അലോക്കേറ്റ് ചെയ്യുക. ആ ഒരു ടൈമിൽ കമ്പനിക്ക് മോർ എഫിഷ്യൻ്റായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് മോർ യൂട്ടിലിറ്റി ഇൻ ക്വാളിറ്റി കൺട്രോളിൽ പാരറ്റോ അനാലിസിസിന് കൂടുതൽ യൂട്ടിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ഡിഫക്റ്റിന് വരുന്ന കാരണങ്ങൾ, മേജർ കോസസൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ നോയിങ് വിച്ച് പ്രോഡക്റ്റ് ആർ മോർ പ്രോഫിറ്റബിൾ സോ ദാറ്റ് ദ ഫേം ക്യാൻ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് സച്ച് പ്രോഡക്റ്റ്. അതായത് ഏത് പ്രോഡക്റ്റാണ് കൂടുതൽ പ്രോഫിറ്റബിൾ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു പാരറ്റോ അനാലിസിസ് യൂസ്ഫുള്ളാണ്. അങ്ങനെ അറിയുന്നതിൽ കൂടെ ആ പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേമിന് പറ്റും. ഇനി അടുത്തതാണ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഫുൾ ഇൻ മെഷറിങ് പെർഫോമൻസ്
ഓഫ് സെയിൽസ് ഫോഴ്സ്. അതായത് സെയിൽസ് ഫോഴ്സിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ്ഫുൾ ആണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡീലിംഗ് വിത്ത് കസ്റ്റമർ കംപ്ലയിൻറ്റ്സ് ഡീൽ ചെയ്യാനും വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പാരറ്റോ അനാലിസിസ് എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് ചെയ്യുന്നതിൻ്റെ ഒരു സിമ്പിൾ ടെക്നിക്കാണ്. അതുകൊണ്ട് തന്നെ ഫേമിന് ഇൻഡിവിജ്വൽ ചേഞ്ചസിനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു, സിറ്റുവേഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ക്വാളിറ്റി മാനേജ്മെൻറ്റ് റിലേറ്റഡ് പ്രോസസ്സസ്. ക്വാളിറ്റി മാനേജ്മെൻറ്റ് റിലേറ്റഡ് പ്രോസസ്സസിൽ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ദിസ് ടൂൾ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് വിത്ത് അതർ സിറ്റുവേഷൻസ് സച്ച് ആസ്. ഈ ഒരു ടൂള് വേറെ കുറേ സിറ്റുവേഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ഫേം ഹാവ് എ ലോട്ട് ഓഫ് ഡാറ്റ ആൻഡ് യു വാണ്ട് ടു അനലൈസ് ഇറ്റ്. അതായത് ഫേമിന് കുറേ ഡാറ്റ ഉണ്ട്, അത് നമുക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാരറ്റോ അനാലിസിസ് യൂസ് ചെയ്യാം. പിന്നെ വെൻ ഫേം വാണ്ട് ടു ഐഡൻറ്റിഫൈ ദ മെയിൻ കോസ് ഫോർ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലം. അതായത് പ്രോബ്ലത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫേമിന് എന്താണ് ഒരു പ്രോബ്ലത്തിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പാരറ്റോ അനാലിസിസ് യൂസ്ഫുൾ ആണ്. വെൻ കമ്മ്യൂണിക്കേറ്റിംഗ് ഡാറ്റ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ പാരറ്റോ അനാലിസിസ് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ വെൻ ഫേം വാണ്ട് ടു പ്രയോറിറ്റൈസ് ടാസ്ക് പ്രയോറിറ്റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാരറ്റോ അനാലിസിസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വെൻ ഫേം വാണ്ട് ടു സീ ദ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റൻ്റെ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഫേമിനെ കാണണമെന്നുണ്ടെങ്കിൽ എന്താണ് പാരറ്റോ അനാലിസിസ് യൂസ് ചെയ്യാം. ഇനി ലാസ്റ്റാണ് പാരറ്റോ അനാലിസിസ് ക്യാൻ ബി വെരി യൂസ്ഫുൾ ഇൻ റിസോൾവിങ് കോൺഫ്ലിക്റ്റ്. അതായത് കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുന്നതിൽ പാരറ്റോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയാണ് യൂസ്ഫുൾനെസ്സിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ബെനിഫിറ്റ്സ് ഓഫ് പാരറ്റോ അനാലിസിസ്. ബെനിഫിറ്റ്സ് ഓഫ് പാരറ്റോ അനാലിസിസിൽ ഫസ്റ്റ് വൺ, ഡ്രോയിങ് എ പാരറ്റോ ചാർട്ട് ഈസ് ഈസി. ഒരു പാരറ്റോ ചാർട്ട് വരയ്ക്കുന്നത് ഈസിയാണ്. ഇനി ദ ഡയഗ്രാം ഹെൽപ്പ് സെഗ്രിഗേറ്റ് ദ പ്രോബ്ലം ആൻഡ് ദെയർ കോസസ്. അതായത് പ്രോബ്ലവും അതുപോലെ തന്നെ അതിൻ്റെ കാരണങ്ങളും സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡയഗ്രാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, it help focus on solving the few causes which are generating the maximum amount of problem. അതായത് മാക്സിമം എമൗണ്ട് ഓഫ് പ്രോബ്ലം ജനറേറ്റ് ചെയ്യുന്ന കുറച്ച് കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഷോസ് ദ പ്രോബ്ലം ടു ഫോക്കസ് ആൻഡ് ഗെറ്റ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്. അതായത് പ്രോബ്ലത്തിനെ ഫോക്കസ് ചെയ്യാനും അതുപോലെ തന്നെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് വൺ, ദിസ് ചാർട്ട് ഹെൽപ്പ് വിഷ്വലൈസ് പ്രോബ്ലംസ് ക്വിക്ക്ലി. പ്രോബ്ലത്തിനെ ക്വിക്കായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാർട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പം ഇത്രയാണ് ബെനിഫിറ്റ്സിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ലിമിറ്റേഷൻസ് ഓഫ് പാരറ്റോ അനാലിസിസ്. ലിമിറ്റേഷൻസ് ഓഫ് പാരറ്റോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരറ്റോ അനാലിസിസ് അല്ലെങ്കിൽ പാരറ്റോ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുന്നത് എന്താണ് റൂൾ ഓഫ് തമ്പ് മെത്തേഡാണ്. അതൊരു യൂണിവേഴ്സൽ ലോ അല്ല, അതുകൊണ്ട് തന്നെ എല്ലാ കേസസിലും ഇത് അപ്ലൈഡ് അല്ല. നെക്സ്റ്റ് വൺ, ഇറ്റ് ഡസ് നോട്ട് ഹെൽപ്പ് ടു ഫൈൻഡ് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിൻ്റെ റൂട്ട് കോസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് റൂട്ട് കോസ് കണ്ടുപിടിക്കാനാണ് വേറൊരു ടൂള് ഫേമിന് ആവശ്യമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇഫ് ദർ ആർ മെനി പ്രോബ്ലം ഫേം മേ നീഡ് മോർ സബ് പാരറ്റോ ചാർട്ട് ടു സെഗ്രിഗേറ്റ്. അതായത് കുറേ പ്രോബ്ലംസ് ഫേമിനിപ്പോൾ കുറേ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ എന്താ പറയുക സബ് പാരറ്റോസിൻ്റെ ആവശ്യം ഉണ്ട്, സബ് പാരറ്റോ ചാർട്ടിന് ആവശ്യമുണ്ട് സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, ദോ എ പാരറ്റോ ചാർട്ട് ക്യാൻ ഷോ ദ ഫ്രീക്വൻസി ഓഫ് എ പ്രോബ്ലം ഇറ്റ് ക്യാൻ നോട്ട് ഷോ ദ സിവിയറിറ്റി. അതായത് ഈ പാരറ്റോ ചാർട്ടിന് പ്രോബ്ലത്തിൻ്റെ ഫ്രീക്വൻസിയാണ് കാണിക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ സിവിയറിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ലാസ്റ്റ് വൺ, ദ പാരറ്റോ അനാലിസിസ് ഫോക്കസ് ഓൺ പാസ്റ്റ് ഡാറ്റ വിച്ച് മൈറ്റ് നോട്ട് ബി സിഗ്നിഫിക്കൻറ്റ് ടു കറണ്ട് ഓർ ഫ്യൂച്ചർ സിനോറിയോ. അതായത് പാരറ്റോ അനാലിസിസ് എന്ന് പറയുന്നത് പാസ്റ്റ് ഡാറ്റനെ ഫോക്കസ് ചെയ്യുന്നതാണ്, അതിൽ കറണ്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ സിനോറിയോസിൻ്റെ സിഗ്നിഫിക്കൻസ് ഇല്ല. അപ്പം ഇത്രയാണ് ലിമിറ്റേഷൻസ് ഓഫ് പാരറ്റോ അനാലിസിസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ആപ്ലിക്കേഷൻസ് ഓഫ് പാരറ്റോ അനാലിസിസ്. ഈ പാരറ്റോ അനാലിസിസ് ബൾക്ക് ഓഫ് ഡാറ്റ അനലൈസ് ചെയ്യുന്നതിൽ വരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് അപ്ലൈ ചെയ്യുന്നത് ഫോർ ദ അനാലിസിസ് ഓഫ് റവന്യൂ ഗ്രോത്ത് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ റവന്യൂ ഗ്രോത്തിൻ്റെ അനലൈസിസിന് വേണ്ടിയിട്ട് ഈ ഒരു പാരറ്റോ അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ടു ചൂസ്
ഫോർ എനി സ്പെസിഫിക് ഡാറ്റ ആൻഡ് വർക്ക് ഓൺ ഇറ്റ്. അതായത് ഒരു സ്പെസിഫിക് ഡാറ്റ ചൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാരറ്റോ അനാലിസിസ് അപ്ലൈഡ് ആണ്. നെക്സ്റ്റ് വൺ, ടു എക്സ്പ്ലെയിൻ ടു അതർ പീപ്പിൾ ദ സെറ്റ് ഓഫ് ഡാറ്റ ഫേംസ് ഹാവ്. ഫേമിനുള്ള സെറ്റ് ഓഫ് ഡാറ്റ മറ്റുള്ള പീപ്പിൾസിന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പാരറ്റോ അനാലിസിസ് അപ്ലൈഡ് ആണ്. നെക്സ്റ്റ് വൺ, for the analysis of population growth in a city or country or all over the world every year. അതായത് എല്ലാ വർഷത്തെയും കൺട്രീസിൻ്റെ സിറ്റീൻ്റെ പോപ്പുലേഷൻ ഗ്രോത്ത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും പാരറ്റോ അനാലിസിസ് അപ്ലൈഡ് ആണ്. ടു ചെക്ക് ദ ഗ്ലോബൽ പ്രോബ്ലംസ് ആൻഡ് ഫോക്കസ് ഓൺ റിസോൾവിങ് ദ മേജർ വൺ. അതായത് ഈ ഗ്ലോബൽ പ്രോബ്ലത്തിനെ ചെക്ക് ചെയ്യുകയും അതുപോലെ തന്നെ അതിലെ മേജർ വണ്ണിനെ റിസോൾവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ടു ചെക്ക് ദ മേജർ കംപ്ലൈൻറ്റ് കമ്മിങ് ഫ്രം ദ പബ്ലിക് ആൻഡ് റിസോൾവ് ദം ഓൺ പ്രയോറിറ്റി. അതായത് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് വരുന്ന മേജർ ആയിട്ടുള്ള കംപ്ലയിൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ പ്രയോറിറ്റീൻ്റെ ബേസിൽ അത് റിസോൾവ് ചെയ്യാനും ഈ ഒരു പാരറ്റോ അനാലിസിസ് അപ്ലൈഡ് ആണ്. അപ്പം ഇത്രയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് പാരറ്റോ അനാലിസിസിൽ വരുന്നത്. താങ്ക് യു.